അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വളരെ മഹത്വമേറിയ ഒരു സുന്നത്ത് നിസ്കാരമാണ് തസ്ബീഹ് നിസ്കാരം. റമദാനിൽ ഒരുപാട് തസ്ബീഹ് നിസ്കാരങ്ങൾ നാം നിസ്കരിക്കുന്നവരാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. 4 റക്അത്താണത്. 300 തസ്ബീഹ് കൊണ്ട് നിസ്കരിക്കപ്പെടുന്ന 4 റക്അത്താണ്. ഓരോ റക്അത്തിലും 75 വീതം തസ്ബീഹ് ചെല്ലണം. അങ്ങനെ ടോട്ടല് 300 തസ്ബീഹ് ചൊല്ലിക്കൊണ്ടുള്ള സുന്നത്ത് നിസ്കാരമാണ് അത്. 4 റക്അത്ത് ഒന്നിച്ച് നിസ്കരിക്കാം, 4 റക്അത്ത് രണ്ടായിട്ടും നിസ്കരിക്കാവുന്നതാണ്. അതിൽ ജമാഅത്ത് സുന്നത്തില്ലാത്ത സുന്നത്ത് നിസ്കാരമാണ്. അതിൽ ജമാഅത്ത് സുന്നത്തില്ല, ഒറ്റൊറ്റക്കായിട്ടാണ് നിസ്കരിക്കേണ്ടത്. എന്നാൽ പകലാണെങ്കിൽ നല്ലത് 4 റക്അത്ത് ഒന്നിച്ച് നിസ്കരിക്കലാണ്. എന്ന് പറഞ്ഞാൽ 4 ഒന്നിച്ച് ഒറ്റ സലാം കൊണ്ട് നിസ്കരിക്കലാണ്. രാത്രിയാണെങ്കിൽ അത് ഈ 2 റക്അത്തായിട്ട് ഈ 2 റക്അത്തിൽ സലാം കിട്ടുക, അത് 2 സലാം കൊണ്ട് നിസ്കരിക്കലാണ് നല്ലത്. എന്നാൽ അതിൽ ഓതേണ്ട സൂറത്ത് ഏതാണ്? ആദ്യം വജ്ഹത്ത് ഓതണം, അതിനുശേഷം ഫാത്തിഹ, അതിന് ശേഷം സൂറത്തു തക്കാസുർ, അൽഹാഖു മുത്തക്കാസുർ 1-ാം റക്അത്തിൽ, 2-ാം റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം വൽ അസ്ർ എന്ന സൂറത്ത്, 3-ാം റക്അത്തിൽ സൂറത്തുൽ കാഫിറൂൻ, 4-ാം റക്അത്തിൽ സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ്. ഈ സൂറത്തുകളാണ് അതിൽ പ്രത്യേകമായി പറഞ്ഞിട്ടുള്ളത്. ഇനി പറയുന്നത് ഈ തസ്ബീഹുകൾ എവിടെയാണ് ചൊല്ലേണ്ടത്? ഒരു റക്അത്തിൽ 75 തസ്ബീഹ് ചൊല്ലണം. അത് എവിടെയാണ് ചൊല്ലേണ്ടത്? ആദ്യ റക്അത്ത് നാം എടുക്കാം. ആദ്യം റക്അത്തിൽ നാം വജ്ഹത്ത് ഓതി, ഫാത്തിഹ ഓതി, അതുപോലെ തന്നെ സൂറത്ത് ഓതി, അതിന്റെ ശേഷം 15 തസ്ബീഹ് ചൊല്ലണം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്ന് 15 വട്ടം ഖിറാഅത്തിന്റെ ശേഷം, അതായത് ഫാത്തിഹ സൂറത്ത് കഴിഞ്ഞ ശേഷം 15 വട്ടം. അതിന്റെ ശേഷം റുക്കൂയിൽ 10. റുക്കൂയിൽ 10 എന്ന് പറയുമ്പോൾ റുക്കൂവിന്റെ ദിക്ർ കഴിഞ്ഞതിന് ശേഷം, റുക്കൂയിൽ എപ്പോഴും നമ്മൾ ചൊല്ലൂലേ സുബ്ഹാന റബ്ബിയൽ അദീം വബിഹംദി, അതിന്റെ ശേഷം 10. ഈതിദാലിൽ 10. റുക്കൂയിലായാലും സുജൂദിലായാലും ഈതിദാലിലായാലും അതിന്റെ എപ്പോഴും ചെല്ലുന്നതായ അതിന്റെ ദിക്റിന്റെ ശേഷമാണ് ഈ 10 ദിക്ർ ചൊല്ലേണ്ടത്. അപ്പോ ഖിറാഅത്തിന്റെ ശേഷം 15 ആണെങ്കിൽ റുക്കൂയിൽ അതിന്റെ തസ്ബീഹ് കഴിഞ്ഞ ശേഷം 10 പ്രാവശ്യം, ഈതിദാലിൽ അതിന്റെ ദിക്ർ കഴിഞ്ഞ ശേഷം 10, അതുപോലെ തന്നെ 2 സുജൂദിൽ 10 വീതം, അതുപോലെ തന്നെ സുജൂദിന്റെ ഇടയിൽ ഇരുത്തത്തിൽ റബ്ബി ഗഫിർലി വർഹംനി വജ്ബർനി വർഫഅനി വർസുഖ്നി വഹ്ദിനി അത് പറയാനുണ്ട്. അതിന്റെ ശേഷം 10 പ്രാവശ്യം, അതുപോലെ തന്നെ ഇപ്പൊ 65 പ്രാവശ്യമായി 1-ാം റക്അത്ത്. ഇനി 1-ാം റക്അത്തിലെ 2-ാം സുജൂദ് കഴിഞ്ഞ പാട്, 2-ാം സുജൂദ് കഴിഞ്ഞ് നിൽക്കൂലോ 2-ാം റക്അത്തിന്, അത് നിൽക്കുന്നതിന് മുമ്പ് ഒരു ഇരുത്തമുണ്ട്, ഇസ്തിറാഹത്തിന്റെ ഇരുത്തമാണ്. ആ ഇരുത്തത്തിൽ 10 പ്രാവശ്യം ചൊല്ലുക. അത് 2-ാം റക്അത്താകുമ്പോൾ ആ 10 എപ്പോഴാണ് ചൊല്ലേണ്ടത്? അത്തഹിയാത്തിന് മുമ്പാണ്. 2-ാം റക്അത്താകുമ്പോൾ അത്തഹിയാത്ത് ഉണ്ടാവുമല്ലോ, അപ്പൊ അത്തഹിയാത്തിന് മുമ്പാണ് അത് ചൊല്ലേണ്ടത്. ഇങ്ങനെയാണ് അതിന്റെ ക്രമം. ഓരോ റക്അത്തിൽ 75 വീതം. ആദ്യം ഖിറാഅത്തിന്റെ ശേഷം 15, റുക്കൂയിൽ 10, അതുപോലെ തന്നെ ഇഅ്തിദാൽ 10, 2 സുജൂദിൽ 10, 2 സുജൂദിന്റെ ഇടയിൽ 10, അങ്ങനെ ഇസ്തിറാഅത്തിന്റെ ഇടത്തിൽ 10, അങ്ങനെ 75 പ്രാവശ്യമായി. 2-ാം റക്അത്തിൽ അങ്ങനെ 2-ാം റക്അത്തിൽ അത്തഹിയാത്തിന് മുമ്പാണ് എന്താക്കേണ്ടത്? അത് ചൊല്ലേണ്ടത്. അപ്പോ ഇതിലുള്ള ഇസ്തിറാഅത്തിന്റെ ഇരുത്തത്തിലുള്ള ആ തസ്ബീഹ് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഫാത്തിഹക്ക് ശേഷമാക്കിക്കൊണ്ട് ഫാത്തിഹക്ക് ശേഷമുള്ളായിരുന്ന 15നെ ഫാത്തിഹക്ക് മുമ്പാണ്. അതാണ് പറഞ്ഞത് യജൂസു ജഅൽ 15 ഖബ്ല ഖിറാഅ. ആദ്യം ഖിറാഅത്തിന്റെ ശേഷം ഉണ്ടായിരുന്ന 15നെ വേണമെങ്കിൽ ഖിറാഅത്തിന് മുമ്പും, ഇസ്തിറാഅത്തിന്റെ ഇരുത്തത്തിൽ ചെല്ലേണ്ടതായ 10നെ ഖിറാഅത്തിന്റെ ശേഷവും ചൊല്ലി അങ്ങനെ നിസ്കരിക്കാമെന്നുള്ളതാണ്. അപ്പൊ ഈ തസ്ബീഹ് നിസ്കാരം എന്നുള്ളത് മുത്തലഖായ സുന്നത്തിൽപ്പെട്ടതാണ്. മുത്തലഖായ സുന്നത്ത്, അതിൽ ജമാഅത്ത് സുന്നത്തില്ലാത്ത മുത്തലഖായ സുന്നത്തിൽപ്പെട്ടതാണ് ഏത്? ഈ തസ്ബീഹ് നിസ്കാരം എന്നുള്ളത്. അത് കറാഹത്തായ സമയത്ത് നിസ്കരിക്കാൻ പാടില്ല. കറാഹത്തായ തഹരീമിന്റെ കറാഹത്ത് ഹറാമാകും ചിലപ്പോൾ. ആ തഹരീമിന്റെ കറാഹത്തുള്ള സമയത്ത്, അതായത് അസർ നിസ്കരിച്ചതിന്റെ ശേഷം സൂര്യൻ അസ്തമിക്കുന്നത് വരെ, അതുപോലെ തന്നെ സുബഹി നിസ്കരിച്ചതിന് ശേഷം സൂര്യൻ ഉദിക്കുന്നത് വരെ, അതുപോലെ തന്നെ നട്ടുച്ച സമയത്ത് 3 സമയമാണ് പറഞ്ഞത്. സുബഹിന്റെ ശേഷം 2 സമയങ്ങൾ പറയുന്നുണ്ട്, അസറിന് ശേഷം 2 സമയം പറയുന്നുണ്ട്. ഞാൻ മൊത്തമായിട്ട് പറഞ്ഞതാണ്. സുബഹിന്റെ ശേഷം നിസ്കരിക്കാൻ പാടില്ല, അതുപോലെ തന്നെ സൂര്യൻ ഉദിക്കുന്ന സമയത്ത് നിസ്കരിക്കാൻ പാടില്ല, ഉദിച്ചു കഴിഞ്ഞ ശേഷമാണ് നിസ്കരിക്കേണ്ടത്. അതുപോലെ തന്നെ അസറിന്റെ ശേഷം നിസ്കരിക്കാൻ പാടില്ല, അതുപോലെ തന്നെ സൂര്യൻ അസ്തമിക്കുന്ന ആ പൊസിഷനിൽ നിസ്കരിക്കാൻ പാടില്ല. വിശദീകരിച്ചാൽ 5 സമയങ്ങളാവും. അതായത്
അസറിന്റെ ശേഷം സൂര്യൻ അസ്തമിക്കുന്ന സമയത്തും, അതുപോലെ തന്നെ സുബഹിന്റെ ശേഷം സൂര്യൻ ഉദിക്കുന്ന സമയത്തും, അതുപോലെ തന്നെ നട്ടുച്ച സമയം. ഈ 5 സമയത്തല്ലാതെ ഏത് സമയത്തും ഈ നിസ്കാരം നിസ്കരിക്കാവുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബ്ബാസ് റളിയല്ലാഹു അൻഹു വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഇങ്ങനെ ഒരു നിസ്കാരം, ആ നിസ്കാരത്തിന്റെ രൂപമെല്ലാം പഠിപ്പിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഈ നിസ്കാരം നിങ്ങൾ നിസ്കരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സർവ്വ ദോഷങ്ങളും അല്ലാഹു തആല പുറത്തു തരുന്നതാണ്. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഓരോ ദിവസവും ചെയ്തോ, അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു വെള്ളിയാഴ്ചയെങ്കിലും ചെയ്തോ, അല്ലെങ്കിൽ ഒരു മാസത്തിൽ ഒരു പ്രാവശ്യം, അല്ലെങ്കിൽ വർഷത്തിൽ ഒരു പ്രാവശ്യം, അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ചെയ്യണം. അതാണ് മഹാന്മാർ പറയുന്നത്. ഇതിന്റെ മഹത്വം അറിഞ്ഞ ഒരാള് ഇതിനെ ഒഴിവാക്കുകയാണെങ്കിൽ ദീനിൽ ഏറ്റവും വലിയ മടിയനായിരിക്കും, അതിന് വില കൽപ്പിക്കാത്തവനായിരിക്കും എന്ന് താജുദ്ദീൻ സുബ്ക്കി റഹ്മത്തുള്ളാഹി അലൈഹി പോലെയുള്ള മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോ അതുകൊണ്ട് നാം ഈ തസ്ബീഹ് നിസ്കാരം റമദാൻ ഒരുപാട് നിസ്കരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.